പാത്തു, മോള് ഡെയിലി മൊബൈൽ കാണാറുണ്ടോ? ഉണ്ട്. എത്ര നേരം കാണും? 30 minutes. അതിൽ കൂടുതൽ എന്താ കാണാത്തെ? അമ്മ തരത്തില്ല. അമ്മ തരത്തില്ലേ? 30 മിനിറ്റ്സ് അമ്മ തരത്തോളോ? ആ. അത് എന്തുകൊണ്ടാന്ന് അറിയോ? ഇല്ല. അമ്മ പറഞ്ഞു തരട്ടെ. ഉം. മോള് കൂടുതൽ നേരം എല്ലാ ദിവസവും മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു അഡിക്ഷൻ വരും. അതുകൊണ്ടാണ് അമ്മ തരാത്തത്. അങ്ങനെ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറ്റുന്നതെന്ന് അറിയോ മോക്ക്? മോൾ മൊബൈൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് എപ്പോഴും കുനിഞ്ഞാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ നട്ടല് നിവർന്നല്ല ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പോസ്റ്ററിനൊരു ഡിഫക്റ്റ് വരും. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ഷേപ്പിനൊരു ഡിഫക്റ്റ് വരും. പിന്നെ പോസ്റ്റർ ഡിഫക്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന കാരണം കഴുത്തിന് വേദന, ഷോൾഡറിന് വേദന, കൈ വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഫിംഗേഴ്സ് വെച്ച്. അപ്പം ഫിംഗേഴ്സിനൊക്കെ പെയിൻ ഉണ്ടാവും. അതുപോലെ മോള് ഫോൺ നോക്കുമ്പോൾ ചില സമയത്ത് ഇന്ന് സ്നാക്സ് കഴിക്കത്തില്ലേ? അപ്പൊ എന്താ പറ്റുന്നതെന്നറിയോ? നമ്മൾ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മുടെ ജങ്ക് ഫുഡ് എല്ലാം നമ്മുടെ അകത്തോട്ട് പോവുക ചെയ്യുന്നത്. നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. നമ്മൾ ഫോണും വെച്ച് ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുക. ദിവസവും ഇങ്ങനെ വെറുതെ ഫോണും വെച്ചുകൊണ്ട് ജങ്ക് ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഫാറ്റ് എല്ലാം നമ്മുടെ ദേഹത്ത് വന്ന് അടിഞ്ഞുകൂടും. അടിഞ്ഞുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവും, അമിതവണ്ണം ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ വരും നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ മൊബൈൽ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ നമ്മുടെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കും. ഒത്തിരി നേരം മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന കണ്ണിന് സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞിട്ട് കണ്ണ് വേദന വരും, കണ്ണിന് ഇറിറ്റേഷൻ വരും, ചിലപ്പം ചൊറിച്ചിൽ വരും, കണ്ണിന് വെള്ളം വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോളുടെ ഉറക്കമെല്ലാം നന്നായിട്ട് ഡിസ്റ്റർബ് ആവും. നമ്മുടെ ഈ മൊബൈലിൽ നിന്നൊക്കെ ഒരു ബ്ലൂ ലൈറ്റ് വരും, എമിറ്റ് ചെയ്യും. ഈ ബ്ലൂ ലൈറ്റ് എന്തോ ചെയ്യുന്നറിയോ? നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇത് നമ്മുടെ ഉറക്കത്തിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ്. ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത് അങ്ങ് കുറയും. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ മൊബൈലൊക്കെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. അതുപോലെ നമ്മുടെ മെമ്മറി പവർ കുറയും. മെമ്മറി പവറും കോൺസെൻട്രേഷനും എല്ലാം കുറയുന്നത് കാരണം നമ്മുടെ അക്കാഡമിക്സിലെ പെർഫോമൻസ് എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. പിന്നെ ഇത് നമ്മുടെ മൂഡിന് ചേഞ്ചസ് ഉണ്ടാക്കും, മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കും. പിന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ചെന്നെത്തിക്കും കൂടുതൽ നേരം ഫോൺ കണ്ടു കഴിഞ്ഞാൽ. ഫോൺ മാത്രമല്ല, ഇത് കണക്കുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഇത് ഒരുപാട് നേരം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു പവറിനെ ഇത് ഇല്ലാതാക്കും. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാനിരുന്നു, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും വരും. ഡിസിഷൻ മേക്കിംഗ് പവറിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ വേണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന കാരണമാണ് ഒരുപാട് നേരം നമുക്ക് ഫോൺ തരാത്തത്. മനസ്സിലായോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അധികമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഗാഡ്ജറ്റ്സ്. ഇതിന്റെ അമിതമായ ഉപയോഗം അഡിക്ഷനിലേക്ക് വഴിവെക്കുന്നു. ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ്, ഒരു പർട്ടിക്കുലർ പ്ലഷറോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീലിംഗ്, ആ ഒരു ഇമോഷനോടാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇത് നമ്മുടെ സോഷ്യൽ ലൈഫ്, അക്കാഡമിക്സ്, അതേപോലെ തന്നെ വർക്ക് ലൈഫിനെ ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ഈ അഡിക്ഷൻ. ഇങ്ങനെ അഡിക്റ്റ് ആയി പോയവർക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പേരന്റൽ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ കാര്യത്തിൽ പേരൻസിന് ഇതിനെ പറ്റിയുള്ള നല്ലൊരു അവയർനെസ് കൊടുക്കുകയും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഗാഡ്ജറ്റ്സ് വേണം എന്നൊരു തോന്നൽ ഉണ്ടാക്കാതെ കുട്ടികളെ എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസിലോ ഹോബീസിലോ ഒക്കെ എൻഗേജ് ചെയ്യിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ കോൺസെൻട്രേഷനും മെന്റൽ പവറും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള ടെക്നിക്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടി മേഘരസായനങ്ങൾ കൊടുക്കാവുന്നതുമാണ്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.